നമ്മുടെ ആ ഒരു സ്റ്റാറിനൊരു ഡൗട്ടുണ്ട് കേട്ടോ. ആ ആ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, സാരമില്ല. ഞാൻ പലപ്പോഴും നോക്കിയപ്പോഴും നിങ്ങളുടെ പലത് മാറ്റിയപ്പോഴും ഉണ്ടല്ലോ, അത് ഈ എം തിയറിയുടെ ഒരു സംഭവമാണ്. അത് ഏ, ശരി. ആ കാരണം നിങ്ങള് ആ ആ നോക്കി വരാനും തേടി വരാനും എടുക്കാനും എല്ലാം ഒരു നിമിത്തം മാതിരിയാണ് ഇതിന്റെ പ്രാപഞ്ചികമായിട്ടുള്ള ആ ബന്ധപ്പെട്ടായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അപ്പം ആ അപ്പം നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഞാനിപ്പോ പറയാം. അപ്പം 57 വയസ്സ് 4 മാസം 12 ദിവസി. ആ ആ ആ ആണ് ശരി. അപ്പം രാഹുദശയിലാണ് ജനനം. ആ പിന്നെ ഇതിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് വഴി നിങ്ങൾക്ക് പൈസ ഒന്നും തരണ്ട. ഞാൻ ഫ്രീ സിറ്റിംഗ്, ഞാൻ നിങ്ങൾക്ക് ഇത് കൺസൾട്ട് ചെയ്യുന്ന ഫുൾ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇതിനകത്ത് കുറച്ച് ചോദ്യം ചോദിക്കും, കറക്റ്റ് ചോദ്യത്തിന് ഉത്തരം പറയുക. ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഓരോരോ കാര്യം നമ്മൾ കണ്ടുപിടിച്ച് തരും നിങ്ങൾക്ക്. പറഞ്ഞു മനസ്സിലായോ? ആ ആ ആ അപ്പൊ മനസ്സിലായി. ശ്രദ്ധിച്ച് കേട്ടോണം. രാഹുർദശ കഴിഞ്ഞ് ആ കഴിഞ്ഞാൽ അപ്പം കൊച്ചിലെ ചിലപ്പോ കുറച്ച് കഷ്ടപ്പാടോ അങ്ങനൊക്കെ പ്രശ്നം അനുഭവിച്ച് കാണും. പിന്നെ വ്യാഴദശ, അതായത് 16 വയസ്സ് മുതൽ 32 വയസ്സ് വരെ അത്യാവശ്യം നല്ല സമയമായിരുന്നിരിക്കാമായിരിക്കണം. ആ ആ അത് വെച്ച് നോക്കിയാല് പിന്നെ ശനിയാണ് 51 വയസ്സ് വരെ. അത് 32 മുതൽ 51 വയസ്സ് വരെ ശനിയായിരുന്നു. 51 ആ വയസ്സ് 8 മാസം 6 ദിവസം. പിന്നെ ആ ബുധദശയാ, 58 വയസ്സ് കഴിയുമ്പം ബുധദശയാ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ആ ശനിയിലാണ് കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയേക്കുന്നത്. ശനിദശ വന്നപ്പോഴാണ് ഈ 51 വയസ്സ് കഴിഞ്ഞിട്ടാണ് കുറച്ച് പ്രശ്നങ്ങൾ വന്നത്. അതെ 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 വ്യാഴദശ അത് എന്ന് ശരിയാ. പറഞ്ഞാൽ നല്ലതായിരുന്നു. 32 വയസ്സ് മുതൽ 51 വയസ്സ് വരെ നല്ലതായിരുന്നു. ഈ ആ ശനിമാറ്റത്തോടു കൂടിയായിരിക്കും നിങ്ങൾ ഗൾഫിൽ പോയതോ എടുത്തതോ ഒക്കെ ആ അടുത്ത അടുത്ത കാലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഏതെങ്കിലും. അടുത്ത കാലത്ത് ആ ശരിയാ. ആ ഇത് ഓക്കെ. 41 വയസ്സിലാണ് ഞാൻ വന്നതോടെ. ഏഹ് 41 വയസ്സിലാണ് ഇവിടെ വന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനല്ല. ഇതിന് ഞാൻ ഒരു അടുത്ത ഇതൊട്ട് ഞാൻ ഏകദേശം ഈ ഇതിന്റെ പ്രൊഫൈല് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ബാക്കി ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോ 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 കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് അക്യുറേറ്റ് ആയിരിക്കും. ഞാൻ ദശ വെച്ചിട്ട് ഏകദേശം പറയുന്നതെന്നാണ്, അത് യോഗം 100% പോകാനുള്ള സാധ്യത ഉണ്ട്. വിദേശ ആ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് 68 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബുധനാണ്, പിന്നെ കേതു, ശുക്രൻ. അത് പിന്നെ വയസ്സ് കൂടി കൂടി പോകും. അതൊക്കെ പോട്ടെ. നമുക്ക് ഒത്തിരി ഇത് കാര്യം ആ പറയാൻ പറ്റില്ല. അപ്പൊ കാര്യത്തിലോട്ട് കടക്കാം. നിങ്ങൾക്ക് ആ നിൽക്കുന്ന ആ ആ ലഗ്നത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട് കുറച്ച്. അത് ശരി. ആ ലഗ്നം എന്ന് പറയുമ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാല് രവിയുണ്ട്, അതായത് സൂര്യന്, ബുധന്, ശിഖി, ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. കണ്ണിന് കാഴ്ചയുടെ പ്രശ്നമുണ്ട്, ലെഫ്റ്റ് കണ്ണിന്. ആ പിന്നെ ഉണ്ട്. അത് ഉണ്ടല്ലോ. പിന്നെ ഡോക്യുമെന്റ് ഞരമ്പോ അല്ലെന്നൊരു സ്കിന്നല്ല, സ്കിന്നിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കണം, ഇല്ലേ? ആ ആ ഉണ്ട്. ഉണ്ട്. പിന്നെ ഞരമ്പിന്റെ ഉണ്ട്, കണ്ണിന്റെ പ്രോപ്പർട്ടി, ഉണ്ട്. അത് തന്നെ. അപ്പൊ പിന്നെ ഈ പ്രോപ്പർട്ടിയുമായിട്ട് എന്തോ പ്രോപ്പർട്ടി ഡോക്യുമെന്റ് അങ്ങനെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം അത് അങ്ങനെയാണ്. അത് ബുധൻ അവിടെ ഉള്ളതുകൊണ്ട് പ്രോപ്പർട്ടിയുടെ എന്തോ കേസോ വഴക്കോ അത് അത് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഓരോന്നോരോന്നേരം. അപ്പൊ അങ്ങനെ ആ ഉണ്ടോ? ആ ഉണ്ടായിരിക്കും. അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് വയറ്റിൽ അങ്ങനെയുണ്ട്. വയറ്റിൽ അസുഖമുണ്ട്, വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖമുണ്ട്. അത് ശുക്രനകത്ത് വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖം വരുന്നുണ്ട്. ഉണ്ടോ? ആ ആ ആ ഉണ്ടോ? ഉണ്ട് ഉണ്ട്. ഉണ്ട്. ആ ഓക്കെ. ഉണ്ട് വയറിന്. ആ ആ ഓക്കെ. പിന്നെ ആ അടുത്ത അടുത്തത് നിങ്ങൾ ഈ ഉണ്ടല്ലോ, നിങ്ങൾ ഈ ഒരു ദേഷ്യം പിടിക്കുന്ന ഇപ്പൊ അയൽവക്കക്കാരെ അല്ലെന്നൊരു അങ്ങനെയൊക്കെ ഉള്ള വാക്കുകളൊക്കെ ഇച്ചിരി ഇതായിട്ട് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവമായിരിക്കും. അതുകൊണ്ട് ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു ഈർച്ച ദേഷ്യമൊക്കെ കാണുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളെ. ആന്നോ? അതെ 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 ആന്നോ? അതെ. ആന്നോ? ആ അതെ. ആരോടും ഉള്ള കാര്യം ഞാൻ തുറന്നു പറയും. വെട്ടിത്തുറന്ന് അതിനി തുറന്നു എത്ര പറയല്ല, വെട്ടിത്തുറന്ന് പറയും. മറവില്ലാതെ ഒളിവില്ലാതെ വെട്ടിത്തുറന്ന് പറയും. വെട്ടി തുറന്നു പറയും, എത്ര വലിയ ആളായാലും ശരി. അത് തന്നെ. അത് ഉം. നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ആ ആ
അതുകൊണ്ടാ ചോദിച്ചത്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഓരോരോ ആൾക്കാരെ പറ്റി പറയാം. ആദ്യം നിങ്ങളുടെ ഭാര്യയെ പറ്റി ആ പറ. ഏ ആ ആ ആ കാരണം നമ്മുടെ ഇമ്പോർട്ടന്റാ. നിങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് വല്ലതും ആ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്ന് ഉണ്ടായിരുന്നോ? പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല 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 അല്ല, അറിയാൻ ചോദിച്ചാ. കാരണം ഈ വൈഫിന്റെ കള്ളി പറയുമ്പോൾ വൈഫും പാർട്ണർഷിപ്പ് ബിസിനസ്സും എല്ലാം റിലേറ്റഡ് ആണ്. പക്ഷേ നിങ്ങളുടെ വൈഫിന്റെ അവിടെ സർപ്പം എന്ന് പറഞ്ഞ രാഹു നിൽക്കുന്നുണ്ട്. രാഹു നിൽക്കുന്നത് അത് ശരി ആ മാത്രമല്ല, അപ്പൊ അതെന്ന് പറഞ്ഞാല് രാഹുവും ചൊവ്വായും കൂടെ. അപ്പം വലിയ പിടിവാശി, ദേഷ്യം, ഏഹ് ആ അങ്ങനെയുള്ള ആ വൈഫിന് വലിയ പിടിവാശിയും ദേഷ്യവും ഒക്കെ ഉള്ള ആളാണോ? ആണാണ് ആന്ന്. പിന്നെ ബ്ലഡ് വൈഫിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കാണുമല്ലോ. ഈ വൈഫിനും യൂട്രസോ അല്ലെങ്കിൽ അതേമാതിരി ക്യാൻസർ വൈഫിന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യത ആരെങ്കിലും ഉണ്ടോ? അറിയാമോ? ഉവ്വ ഉവ്വ ഉണ്ട്. ആർക്കാ? രണ്ടുപേര് മരിച്ചു. രണ്ടാള് മരിച്ചു ക്യാൻസർ വന്നിട്ട്. ആരാ? ജ്യേഷ്ഠ ഒന്ന് അനിയൻ, പിന്നെ ഒന്ന് ജ്യേഷ്ഠൻ. അതെ, രണ്ടാളും ക്യാൻസർ വന്നിട്ട് മരിച്ചത്. ഞാൻ ഇത് ആ ചോദിക്കുന്ന മറ്റൊന്നുമല്ല. ഞാൻ ഈ എം തിയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോഡേൺ അസ്ട്രോളജി അല്ല, നമ്മുടെ വേറൊരു ആ സംഭവം. ആ ആ അപ്പൊ അത് അത് ശരി. എനിക്ക് ആ നമുക്ക് കാരണം നിങ്ങൾ റീകൺഫേം ചെയ്യണം. നിങ്ങൾ ഞാൻ ഈ പറയുന്ന കറക്റ്റ് ആണോ അല്ലയോ എന്ന്. ഇപ്പോഴേ അടുത്ത കറക്റ്റാണ്. കാര്യങ്ങള് പറ. പറയാൻ പറ്റുള്ളൂ. അത് തന്നെയല്ല, ആ വൈഫിന്റെ ഫാമിലിയിലും എന്തോ കേസോ പ്രശ്നങ്ങളോ പ്രോപ്പർട്ടി മായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട് 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 ഉണ്ട്. അവിടെ അതുണ്ട്. സ്കിൻ ആ അലർജി കാര്യങ്ങൾ, സ്കിന്നുമായിട്ടും ബന്ധപ്പെട്ട എന്തോ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട് ഉണ്ട്. ഉണ്ട്. പിന്നെ അവിടെ പറഞ്ഞു. ഞാൻ തന്നെ ആ പറയാം. വൈഫിന്റെ വൈഫിന്റെ അതായത് ഷെയറൊന്നും അവര് തന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം. ഷെയറൊന്നും തന്നിട്ടില്ല വൈഫിന്റെ. പേര് അങ്ങനൊരു ഡൗറിയോ? ആ സ്ത്രീധനമാണോ? ആ ശ്രീധനല്ല, അവരുടെ സ്ഥലം ഉണ്ടല്ലോ, ഉം. അതിൽ നിന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗം ഒന്നും തന്നിട്ടില്ല അവര്. അത് തന്നെ പറഞ്ഞ അവിടെ ഓൾറെഡി കേസ് കാണും. കാരണം അത് അങ്ങനെ ഞാൻ കാണുന്നത്. ആ ആ പിന്നെ ആ ക്യാൻസറിന്റെ കാര്യം ഇത് പറഞ്ഞത് അത് കുറച്ച് നമ്മൾ ഓരോ ലക്ഷണങ്ങൾ വെച്ചാ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അവിടെ ബുധൻ ആ നെഗറ്റീവ് ആ ആ അവർക്കും. പിന്നെ ആ ആ ആത്മീയ മേഖലയിൽ ബന്ധപ്പെട്ട വൈഫിന്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടോ? നിങ്ങളുടെ ഫാമിലിയിലും കാണാൻ സാധ്യതയുണ്ട്. ആ ഉവ്വ. ആരാ ആത്മീയ മേഖലയിലുള്ള നിങ്ങളുടെ വീട്ടില്? നിങ്ങളുടെ കാര്യം പറ. നിങ്ങളുടെ വീട്ടിൽ ആരാ ആ, ആത്മീയമായിട്ടുള്ള ആളുള്ള? എന്റെ വീട്ടില് എന്ന് പറഞ്ഞാല് ഞങ്ങള് 4 ജ്യേഷ്ഠന്മാരാ. ഉം. പിന്നെ 2 സഹോദരിമാരാ. ഉം. അതായത് എന്റെ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ചാല് 4 ജ്യേഷ്ഠന്മാര്. ഉം. പിന്നെ രണ്ടാമത് കഴിച്ചാല് ഞാനും എന്റെ 2 സഹോദരിമാരും. എന്റെ ഉം. മൂത്തതും എന്റെ താഴെയും സഹോദരിമാരാ. അങ്ങനെയാണ്. പറഞ്ഞാൽ മതി. ആരാന്ന് പറഞ്ഞാൽ മതി. ആ ഈ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട ആരാന്ന് പറഞ്ഞാൽ മതി. ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല എനിക്ക് ശരിക്ക്. ആത്മീയത എന്ന് പറഞ്ഞാൽ അമ്പലോ അല്ലെന്നിൽ ഇത് ചെയ്യുന്നതോ അല്ലെങ്കിൽ കർമ്മങ്ങൾ ബന്ധപ്പെട്ടതോ അല്ലെന്നിൽ അങ്ങനെ എന്തേലും അങ്- അമ്പലം ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടതോ കണക്ഷനോ അല്ല വലിയ അങ്ങനെ ഭക്തരോ അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ നിങ്ങളെ അ- നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ഫാമിലിയിലോ? അതെനിക്ക് അറിഞ്ഞുകൂടാ. അത് ആ ഏതാ? ആ അച്ഛന്റെ അനിയൻ ഉണ്ടായിരുന്നു ഒരാള്. ആ, അമ്പലമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു. ആയിരുന്നോ? ആയിരുന്നു. അയാളിപ്പോ എന്നിട്ട് എന്താ അയാളുടെ കാര്യം എന്താ? എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നു? പുള്ളി പുള്ളി ഇപ്പം മരിച്ചുപോയി. മരണപ്പെട്ടു പോയി. കുറെ കാലങ്ങളായി. മരിച്ചുപോയി കാണും. അത് തന്നെ ഞാൻ ആ പറഞ്ഞ ആ ഒന്ന്. പിന്നെ അതിന്റെ ആയിട്ടുള്ള ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ നിങ്ങളുടെ വൈഫിന്റെ ഫാമിലിയിൽ നിന്നും ഇങ്ങനെ എന്തൊക്കെ ഒരു കണക്ഷൻ കാണാൻ സാധ്യതയുണ്ട്. വൈഫിന് ആ ആത്മീയതയുണ്ടോ? വൈഫിന് ആത്മീയമായിട്ട് എന്തായാലും ഈ അതായത് പറഞ്ഞ ഭക്തിയായിട്ടുള്ള കണക്ഷൻ ഉണ്ടോ? വൈഫിന്റെ വീട്ടിൽ അമ്പലമുണ്ട്. ആ, അപ്പൊ അത് തന്നെ. ഭക്തിയുണ്ട്. അവിടെ വിഷ്ണുമായയുടെ ഒരു അമ്പലമുണ്ട്. ആ വീട്ടിൽ തന്നെയാണ് അമ്പലം. അത് കറക്റ്റായിട്ട് പൂജയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്താ ചെറിയ പ്രശ്നം കാണിക്കുന്നുണ്ടോ? അത് ചെറിയ പ്രശ്നം. അത് എന്താ വെച്ചാല് വൈകിട്ട് മാത്രം വിളക്ക് വയ്ക്കുള്ളൂ. പിന്നെ ഒന്നും ചെയ്യില്ല അവര്. ഏത്? വൈകിട്ട് മാത്രം വിളക്ക് വയ്ക്കുള്ളൂ. ആ രാവിലെ വിളക്കൊന്നും വെക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
പിന്നെ അവിടെ ശരിയായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളല്ല നടക്കുന്നത്. അപ്പം നിങ്ങളുടെ വൈഫിന് ഇതെല്ലാം ഈ അസുഖങ്ങളെല്ലാം വരാൻ കാരണം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം അത് മാറ്റണമെന്നില്ല. അവിടെ നിത്യപൂജ ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളെ ആ കുലദൈവവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിന് പരിഹാരം ചെയ്ത് ആ കഴിഞ്ഞാൽ ഇതെല്ലാം മാറും കേട്ടോ. 3 വർഷത്തിനകത്ത് ആ മാറ്റി ആ കിട്ടും ആ കേട്ടോ. ആ ഇതാണ് ആ ആ ഒരു ആ ആ പിന്നെ നിങ്ങളുടെ വൈഫിന് ഭയങ്കര ആ ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്താ ഇത് സംഭവം? ഞാൻ പറഞ്ഞു വൈഫിനും ചില യൂട്രസുമായിട്ടും മറ്റു കാര്യങ്ങളും ബ്ലീഡിങ്, PCOD അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ആ വൈഫിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വൈഫിന്റെ സ്വർണം ഞാനെടുത്ത് പറ്റിയിട്ടുണ്ടായിരുന്നു. ഉം, അതായത് ആദ്യം എനിക്ക് കൃഷിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, നെൽകൃഷി. ഉം, അതില് കുറെ സ്വർണങ്ങൾ എടുത്ത് പറ്റി, അത് അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. ഉം. അതിനുശേഷമാണ് വൈഫിന് അതിന് മുന്നും വൈഫിന് ഒരു ദേഷ്യമുള്ള ടൈപ്പാണ്. അല്ല അതാന്ന് അത് വൈഫിന് ഞാൻ അതിലും നേരത്തെ പറഞ്ഞല്ലോ. കാരണം അത് ഈ പാമ്പിന്റെ ആ സ്വഭാവം. പാമ്പ് ഒരേ, ആ അതായത് നിങ്ങളുടെ വൈഫിന്റെ കള്ളിയിൽ രാഹുവും ചൊവ്വായും കൂടെ ഒന്നിച്ച് നിൽക്കുന്നത്. രണ്ടും അത് ശരി. അതായത് പക ആ വീട്ടുന്ന ആ ആ സ്വഭാവവും പിന്നെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. ബ്ലഡ് ആ സംഭവമാണ് എന്നോട് പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ വല്ലാത്ത ആരെങ്കിലും പറഞ്ഞു ആ ഈ ജ്യോതിഷത്തെ, ആധുനിക ജ്യോതിഷത്തെ പറയാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മൾ ഈ പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഉവ്വ ഉവ്വ ആ ആ മനസ്സിലായി. അപ്പം അതെ. ഇനിമേ നിങ്ങൾക്ക് ഇനി അറിയേണ്ടത് പിന്നെ ഓക്കെ നിങ്ങളുടെ വായിൽ നിന്ന് വിടുന്ന പ്രശ്നങ്ങൾ ഇനിയിപ്പം നിങ്ങൾക്ക് അടുത്ത ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ, ആ, മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ഈ അയൽപക്കമായിട്ടൊക്കെ വരും. നിങ്ങൾ ഈ ഭാര്യാഗ്രഹം അല്ലെന്ന് അങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആയുസ്, ഭാര്യാഗ്രഹം എന്നല്ല, ആയുസ് അല്ലെന്നൊരു ഈ ഒരു മിനിറ്റ്, അത് എട്ടാം ഭാവം. പിന്നെ ഈ അയൽപക്കം, ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്രണ്ട്സ്, അടുത്ത ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഈ ഒരു സെയിം സ്വഭാവം, ഒരുപാട് വലിയ അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പം. ഉണ്ടോ? ഇല്ല ഈ ഇല്ല 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 ഇല്ലല്ലോ. ആര് അത് ആരായിട്ടില്ല. അത് നിങ്ങളുടെ ദേഷ്യം കൊണ്ടാ. നിങ്ങളുടെ മൂന്നാം ഭാവത്തില് ചൊവ്വ നിൽക്കുന്ന അവിടെ നിങ്ങൾ ദേഷ്യമാണ് ആൾക്കാരോട് ഒന്ന് നമ്മുടെ ഞാൻ ഇത് ആ പറയുന്നത് അഥവാ ഇത് പറയാൻ കാരണം നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക. നിങ്ങളത് ആ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പറയാൻ മനസ്സിലായോ? ആ അത് ആ ആ നിങ്ങളുടെ പ്രശ്നമെന്ന ശിഖി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ശിഖി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ലഗ്നത്തിൽ നിൽക്കുന്നു. ലഗ്നത്തിൽ ശിഖിയാണ്. ആ ചിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ക്യാരക്ടറാ. ഇവരെല്ലാം നമ്മുടെ ബുദ്ധിമാന്ദ്യം വരുത്തുന്ന മാതിരി നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ഇതും ദേഷ്യത്തിന് അതിനെല്ലാം എന്താ പറയുന്നത്, നമ്മുടെ നല്ല സ്വഭാവം ഉള്ളതിനെല്ലാം ഒരു സപ്രസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്വഭാവമാണ്. നിങ്ങൾക്ക് അതെ കൊച്ചിലെ ആ ചുരുണ്ട ആ മുടി വല്ലതും ഉണ്ടായിരുന്നോ? എന്ത്? ചുരുണ്ട മുടിക്ക് ചുരുളിച്ച് അങ്ങനെ മുടി ചുരുണ്ട വല്ലതും ഉണ്ടായിരുന്നോ കൊച്ചിലെ? ഇല്ല 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 കൊച്ചിലെ അറിയാൻ ചോദിച്ചതാ. കൊച്ചിലെ ഇല്ല. ഇല്ലായിരുന്നു. ഇല്ല, എന്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല. അല്ല ഞാൻ നീളം കൊച്ചിലെ മുടിയാ. ഓക്കെ ഓക്കെ ആ നീളം മുടിയാ. ഓക്കെ. അല്ല അറിയാൻ ചോദിച്ചതാ. കാരണം ആ ഇതിന് റീകൺഫേം ചെയ്യാന്. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം അമ്മ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നല്ലേ? ആ ഹാർഡ് വർക്ക് ആയിരുന്നു. ആയിരുന്നല്ലോ. ആ അത് അത് പറയാൻ കാരണം അത് നമ്മളിതൊരു നമുക്കാകെ 12 കോളമേ ഉള്ളൂ. 12 കോളം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മ അത് ശരി. അവിടുന്ന് നിങ്ങളുടെ ലഗ്നത്തിൽ നിന്ന് 4-ാം കള്ളിയിൽ അല്ലെങ്കിൽ അമ്മയാണ്. പറയാൻ മനസ്സിലായോ? അമ്മ ആ അത്ര ഹാർഡ് വർക്കിംഗ് ആണ്. ശനിയാണ്. അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ആ ഇതെല്ലാം കാൽക്കുലേഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ പഠിച്ച് ഇത്ര ഈസി അല്ല. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ എന്റെ ബ്ലഡിലുള്ളതാ ഇത്. അത് ശരി. പറഞ്ഞ ആ മനസ്സിലായോ? ആ ആ ഞാനൊരു ആ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ഒരു ബിസിനസ്മാനാ. പിന്നെ എനിക്ക് ഇതൊക്കെ ഒരു പാഷനാ. കാരണം അറിഞ്ഞൂടാ അത് നോക്കാം. എന്നിട്ട് ഇനിയിപ്പോ നിങ്ങളെ മൂത്ത കുട്ടിയെ പറ്റി പറയാട്ടോ. ആ ആ രാജേന്ദ്ര മൂത്ത കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇച്ചിരി കലാപരമായിട്ടുള്ള താല്പര്യമുള്ള ആളാണോ? അല്ല 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 അത് ചോദിച്ചത്. കലാപരമായിട്ടുള്ള താല്പര്യമില്ല. അല്ല ഞാൻ ആ ചോദിച്ചേന്നുള്ളൂ. കാരണം എന്നാന്നറിയാമോ? ഈ അതൊരു ചോദ്യം, അത് വേറെ ഒരു കാര്യമുണ്ട്. കാരണം ഇത് ചോദിക്കാൻ വേറൊരു കാര്യമുണ്ട്. അത് പോട്ടെ. അപ്പം ഈ ആ പുള്ളിയെ പെൺകുട്ടികളുമായിട്ടും ഇച്ചിരി അടുപ്പമോ കാര്യമോ ലവ് അഫെയർ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നുമില്ല ഉണ്ടോന്ന് ആൾക്ക്. അറിയാൻ ചോദിച്ചാ. കാരണം ഇത് കൺഫേം ചെയ്യണം. ആ ഉൾപ്പെടെ ആ കൺഫേം ആ ചെയ്യണം.
അപ്പൊ കൊച്ചു ആ പിന്നെ ശുക്രന് ശുക്രന് ആ. അപ്പം ഒരു മിനിറ്റ്. അവ പുള്ളി വെച്ച് മൂത്ത കുട്ടിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കുമല്ലോ എന്നാല്. ദേഷ്യാണ്, ഭയങ്കര ആണല്ലോ, ദേഷ്യ ഭയങ്കര ദേഷ്യം. ആണ്. അത് സൂര്യകർമ്മയിലാണ് അവൻ ദേഷ്യ നിൽക്കുന്നത് കേട്ടോ. ആ ആ ഞാൻ ആ ഇത് 2 ചോദ്യം അതിക്ക് ചോദിച്ച് 3ൽ അത് തീർക്കണം. അതുകൊണ്ടാണ് ഈ സൂര്യകർമ്മയിൽ അവൻ നിൽക്കുന്നത്. അവന് ഭയങ്കര ആ ദേഷ്യവും പിടിവാശിയും, പിന്നെ അവനും ചിലപ്പോ കണ്ണിന് ചിലപ്പോ കണ്ണാടി വെക്കാനുള്ള സാധ്യതയുണ്ട്. കണ്ണാടി വെക്കും. സാധ്യതയല്ല, കണ്ണാടി ആ വെക്കും. ആ ആ കാഴ്ചയുടെ പ്രശ്നം വരും. പിന്നെ ആ ആ ആ പിന്നെ ഈ അങ്ങനെ ചെറിയ ഇതൊക്കെ വരും. ചെറിയ പിടിവാശി, ദേഷ്യങ്ങള് ആ വരുന്ന ആളാണ് മൂത്ത കുട്ടി. പിന്നെ മൂത്തകുട്ടി. ആ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയായിരിക്കാൻ സാധ്യതയാ. ആന്നോ? പെൺകുട്ടിയാണ്. ആ. ആണാണ്. അപ്പൊ ആ പെൺകുട്ടിക്ക് നിങ്ങളോട് വളരെ സ്നേഹമായിരിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്, പക്ഷെ ഇപ്പൊ അടുത്താണ് എന്നോടുള്ള ദേഷ്യം. അപ്പൊ അതായത് അവൾക്കാണ് ഈ ഞാൻ ഫോൺ ചെയ്തിരുന്നത്. ആ പെൺകുട്ടിക്കും ചെറിയ ഈ സ്കിൻ അലർജിയോ അല്ലെന്നുവെച്ച് ഇങ്ങനെ ഈ ആ ഞരമ്പ് സംബന്ധമോ അല്ലെന്ന് ബ്ലീഡിങ്ങോ PCOD അങ്ങനെ എന്തെങ്കിലും. എത്ര വയസ്സായി പെൺകുട്ടിക്ക്? പെൺകുട്ടിക്ക് 27 വയസ്സ് കഴിഞ്ഞതാണ്. എത്ര വയസ്സ്? 27 27 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 27 ആ വയസ്സുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും മകരുന്നാള്. പ്രശ്നമുണ്ടോ? ഞാൻ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, സ്കിന്നിന്റെ പ്രശ്നമുണ്ട്. സ്കിന്നിന്റെ പ്രശ്നം, ചെറിയ ബ്ലഡ് മാട്ടോ അലർജി, വെരിക്കോസ് ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ വാരിയൊക്കെ ഉണ്ടോ? വെരിക്കോസ് വെയിൻ. ഇല്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഇതേമാതിരി ഉള്ള ബ്ലഡ് റിലേറ്റഡ്, അതുകൊണ്ടാണ് അത് ചോദിച്ചത്. ആ പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. ആ നിങ്ങളുടെ ശരീരത്തെ ഈ തൊടയുടെ ഈ തൊടയും ഈ ഇച്ചിരി അതിന്റെ നമ്മുടെ മൂത്രാശയമായിട്ട് ബന്ധപ്പെട്ടാൽ പൈൽസിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? പൈൽസിന്റെ ചെറുതായിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് മരുന്ന് കഴിച്ചിട്ട് അങ്ങനെ മാറിയത്. ആ, ഓക്കെ. ആ അവിടെ എന്തെങ്കിലും മാർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? എന്ത് മാർക്ക്? ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അത് കുറെ കാലമായിട്ട് ഇപ്പൊ അത് കാണുന്നില്ല. എവിടാ ഉള്ളത്? തൊടയമ അങ്ങനെ ചെറിയൊരു ആ ഇടത്തെ തൊടയമ ഒരു ചെറിയൊരു മറുകുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ. അല്ല, നിങ്ങൾ ആ റീകൺഫേം ചെയ്യാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് ഞാൻ എന്തും ആയിക്കോട്ടെ, നോക്കി സെലക്ട് ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ആ ആ ആ ആ കാരണം ഇത് മോഡേൺ അസ്ട്രോളജിയിലൊന്നും കാണത്തില്ല. കാരണം എനിക്ക് ഒരാളെ എനിക്ക് നിങ്ങൾക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ തരണം. ആ ആ കാരണം അത് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാനും. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ആ പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് മൂത്ത കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 3 ആളുണ്ട്. 3 ആളുണ്ട്. അപ്പൊ 1, 2, 3, 4, ആ 2, 5, 7, 9. അവന് ആണായിരിക്കുമല്ലോ. ചന്ദ്രദശയായിരിക്കും. അവൻ അത്യാവശ്യം കണ്ടാൽ നല്ല സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരിക്കുമല്ലോ. ഉരുണ്ട മുഖമാണോ? ആ കണ്ട സൗന്ദര്യമുള്ള ആളാണ്. ഉരുണ്ട മുഖമാണല്ലോ. ഉരുണ്ട മുഖാണ്. ഫുഡിനോടൊക്കെ അത്യാവശ്യം താല്പര്യം, ചില ചെടിയൊക്കെ വെച്ച് വളർത്താൻ അങ്ങനെ വല്ലതും താല്പര്യം ഉണ്ടോ അവന്? അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല ആൾക്ക്. അതിപ്പോഴത്തെ ജനറേഷൻ അല്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആ കാരണം ആ അവരുടെ ആ കർമ്മത്തിൽപ്പെട്ടതാണ് ഇത് സംഭവം. ആ ആ പിന്നെ പിന്നെ ഇനി ആരെ പറ്റി, ആ അച്ഛനെ പറ്റി, അമ്മയെ പറ്റി ആരെ അറിയണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെന്നൊരു ഇത് ഞാൻ റീകൺഫേം ചെയ്യാത്തതുകൊണ്ട്, നിങ്ങൾക്ക് അത് ഇത് അറിയാത്തതുകൊണ്ട്, നാളെ ഇത് ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾ ഇത് പറഞ്ഞാൽ ഞാൻ ആ അത് ശരി. ഇത് ഞാൻ പറയുന്നത് കറക്റ്റാ. എന്നാലും ഞാൻ പറയുമായിരുന്നു. ആ പിന്നെ ആ നിങ്ങൾ കൂടുതൽ ആ ഗൾഫിലായിരിക്കും ജീവിക്കാനുള്ള സാധ്യതയും കാര്യങ്ങളും. ആ ആ ആ കാരണം പിന്നെ ഒരു കാര്യം കൂടുതൽ. ചോദിക്കട്ടെ. അച്ഛന്റെ ഫാമിലിയിൽ ആ അവിടെ എന്താ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് കേസോ വഴക്കോ കാര്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ? ഉണ്ട് 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 ഉണ്ട്. ഉണ്ടല്ലോ. അച്ഛന്റെ ഫാമിലിയിൽ എന്ന് പറഞ്ഞാല് അച്ഛൻ മരിക്കും മുന്നേ മക്കൾക്ക് ഭാഗം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
ഉം, അതില് പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുത്തത് ഞാനാ. ഉം, പക്ഷെ എനിക്ക് അതിനുള്ള ഭാഗം വെച്ചില്ല. പക്ഷെ ഉം, അവര് എനിക്കൊരു വീട് വെക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്ത രീതിയിൽ അവരെല്ലാവരും 3 പേരും ഒന്നിച്ച് അവര് ഷെയർ ചെയ്തെടുത്തു. ഉം, ഷെയർ 3 ആളുടെ ഷെയറും ഒരാളെടുത്തു. ഉം, എനിക്കാണെങ്കിൽ ആകെ 2.5 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. ഉം, അപ്പൊ പിന്നെ ഞാനത് ഉപേക്ഷിച്ചിട്ട പോലെയായി. അങ്ങോട്ട് ഉം, പോക്കും കാര്യങ്ങളൊന്നും ഇല്ല. മക്കളും പോവാറില്ല. ഉം. അങ്ങനെ അതവിടെ കിടക്കണത്. ആ അവരുമായിട്ട് അതുകൊണ്ട് ഞാൻ ആ ചോദിച്ചത് നില അച്ഛന്റെ ഫാമിലിയുമായിട്ട് ആ കാണുന്നുണ്ട്. അടുപ്പമില്ല അവരായിട്ട്. ആ, വിദേശ യാത്ര, വിദേശത്ത് നിങ്ങക്ക് ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടെന്ന് തോന്നിയല്ലോ വിദേശത്ത്. ഇത് ചാൻസ് ഉണ്ട്, അറിഞ്ഞൂടാ. ഞാൻ അങ്ങ് ചോദിച്ചത്. ഇല്ല ഇല്ല ഇല്ല. ഇതുവരെയ്ക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ഞാൻ ചുമ്മാ അങ്ങ് ചോദിച്ചതാ. കാരണം ഇനി കാരണം ആ ചില ആൾക്കാർക്ക് ഈ 10ാം ഭാവത്തില് ആ ഇങ്ങനെ ചെറിയ സംഭവങ്ങൾ പറയുന്നുണ്ട്. കാരണം റീകൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് പറയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. കാരണം എനിക്ക് ഇപ്പം നമുക്ക് ആ ഓൾറെഡി ആ കാരണം ഇതിപ്പോ ഇത് നമ്മൾ ഓപ്പൺ മൈൻഡ്, ഓപ്പൺ ഡിസ്കഷനാ കേട്ടോ. ആ പിന്നെ ആ ആ ഇനി നിങ്ങക്ക് എന്താ അറിയണ്ടേന്ന് പറഞ്ഞു? എന്ത് സംഭവമാണ്? പിന്നെ ഇന്ന് നിങ്ങളുടെ അറി അ അ ഗൾഫ് ഗൾഫ് ജീവിതം ചെലവ് അങ്ങനെയുള്ള പ്രശ്നം നിങ്ങളുടെ 12ാം ഭാവത്തിൽ എന്നുള്ള എല്ലാം ഒരു എന്താ പറയുന്നത് കഷ്ടപ്പെട്ട ജീവിതവും കാര്യങ്ങളും അങ്ങോട്ട് കുറ്റപ്പെടുത്തലോ എടുത്തലോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത മാതിരിയുള്ള ഒരു ഇതാണ് 12ാം ഭാവം നിൽക്കുന്നത്. എന്താ ആ പറയുന്നത്? കഷ്ടപ്പാടൊക്കെ ഉണ്ടോ? എന്താ പറയുന്നത്? ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പാടുണ്ട്. ജോലിയുടെ കാര്യത്തില് കഷ്ടപ്പാടാ. പിന്നെ അതിനുള്ള പൈസ കിട്ടണില്ല. ഉം. അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അത് തന്നെ പിന്നെ അറിയണ്ടെന്ന് വെച്ചാല് അത് ആ തന്നെയല്ല, അവര് നിങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ജോലി ചൂഷണം. ചൂഷണം ചെയ്യുന്ന ജോലി നിങ്ങളുടെ 10ാം ഭാവത്തില് തിയറി പ്രകാരം ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യത. നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. നിങ്ങൾ ജോലി ചെയ്ത് പിന്നെ ഒരു മുഷിഞ്ഞ കഷ്ടപ്പെട്ട ജോലിയൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 3, 3, ആ 6 ഓപ്പോസിറ്റ് അങ്ങനെയാണ് കാണുന്നത്. കർമ്മഭാവം ശനിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതും. പക്ഷെ എന്നൊരു ആ ഇവിടെ ആ ഓക്കെ. എന്നിട്ട് പറഞ്ഞോ. ആ പിന്നെ അറിയേണ്ടതെന്ന് വെച്ചാൽ മകനെ പുറത്തു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടോ? ഏത് മാനം? മൂത്ത അങ്ങനെ കുട്ടിയോ വല്ലതും കാണുന്നുണ്ടോ? ഏത് കുട്ടിയാന്ന് പറ. മൂ- മൂത്ത കുട്ടിയുടെ മൂത്ത കുട്ടിയോ? മൂത്ത കുട്ടി ആ 4, 5, 6, 7, 8, 9, 10. അത് അവന്റെ ദേഷ്യവും പിടിവാശിയും ഈ ഇതെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവന്റെ അങ്ങനെ അവന്റെ ഉണ്ടല്ലോ. എനിക്ക് അവന്റെ ഈ ആ ഇതൊന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ കറക്റ്റ് പറയാം. എന്നാലും ഇവന്റെ ഈ ദേഷ്യം പിടിവാശിയായത് കാരണം ഈ ഇങ്ങനെയുള്ള കുറച്ച് സംഭവമുണ്ട്. അവനെന്തോ ഒരു നിങ്ങൾ മുമ്പേ ചോദിച്ചപ്പോഴും പറഞ്ഞായിരുന്നു. എന്നാലും ഞാൻ പറയായിരുന്നു എന്തോ ഒരു ലവ് അഫെയറോ ഒക്കെ നിങ്ങൾ ആസ് എ ഫാദർ മേ ബി യു ഡോണ്ട് നോ. അപ്പം ഒരു ആ സാധ്യതയുണ്ട്. ആ ആ ചിലപ്പോ അച്ഛൻ അത് ശരി. അറിഞ്ഞുകൂടായിരിക്കാം. എന്റെ ആ ഒരു അനുമാനം കേട്ടോ. ആ അപ്പം അവന്റെ ഉവ്വ. ഗ്രഹനില അത് തന്നെയല്ല അവനൊരു ലവ് അഫെയർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഉണ്ട്. ആ ആ ആ അതായത് അത് ഒരു ശരി. ഒരു ശുക്രൻ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു 24 വയസ്സിൽ താഴെ. അവനിപ്പോ എത്ര വയസ്സായി? അവനിപ്പോ 29 വയസ്സ് അതിന്റെ അപ്പൊ 29 വയസ്സ്. 24 വയസ്സിൽ 24 വയസ്സിൽ താഴെയുള്ള ഏതോ ഒരു കല്യാണം കഴിക്കാത്ത ഒരു കുട്ടി ഉണ്ടെന്ന് ഒരു ലവ് അഫെയർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ആ ആ അതറിഞ്ഞുകൂടാ. ഒരു മിനിറ്റ്. ഇല്ല. അപ്പൊ ആ തൊട്ട് 1, 2, 3, 4, 5. 1, 2, 3, 4, 5. അത്യാവശ്യം നല്ല സൗന്ദര്യവും അങ്ങനെയൊക്കെ ഉള്ള ഒരു കുട്ടിയായിരിക്കും അത്. ഏഹ്, അത് അതിനെ കല്യാണം കഴിക്കൊന്നും പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു ആ ആ ഷുവറിറ്റി ആ ഷുവറിറ്റി ഇല്ല. ഇത് ടെമ്പററി ആണ്. അതിനെ ആ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. ആ അതും പറഞ്ഞു തരിക. പറ്റത്തില്ല. ആ അത്യാവശ്യം ആ ബ്യൂട്ടിയുള്ള ഒരു കുട്ടിയായിരിക്കും അത്. പക്ഷെ അത് കല്യാണം എന്ന് ആ പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7. അപ്പൊ അത് അവന്റെ കല്യാണം എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, മൂത്ത കുട്ടി എന്ന് പറഞ്ഞാല് ആ ഏഹ്, ഇച്ചിരി അത്യാവശ്യം പൈസയുള്ള ടീച്ചിങ് പ്രൊഫഷനോ അല്ല അങ്ങനെയുള്ള ആ ഒരു പ്രൊഫഷൻ ഉള്ളതും ഒരാഡംബര ഇച്ചിരി ഇച്ചിരി പൈസ ഉള്ള ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാനും അങ്ങനെ നോക്കിയാൽ
ഇവന് ചിലപ്പം ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർച്ച വരാനും പൈസ കിട്ടാനും അത്യാവശ്യം വീട്ടിൽ നിന്ന് പൈസ വരാനുള്ള ഒരു ഇച്ചിരി ആഡംബരമായിട്ടുള്ള ഒരു കുട്ടിയാണ് കല്യാണം കഴിക്കാനുള്ള സാധ്യത. ഇത് അതെ ഞാനാ അതെ. ആ പറയുന്നത്, ഇത് എഴുതി വെച്ചു. ഇതാ എം തിയറി പ്രകാരം ഇവിടെ നമുക്ക് വെളിവാകുന്നത്. ഇത് എഴുതി വെച്ചു, ആ നോട്ട് ചെയ്തു. ആ ആ ആ അത് ആ പിന്നെ ഒരു കാര്യം കൂടെ പറയാം, അവർക്ക് കൂടെ നമ്മൾ തെറ്റ് ഇത് റിട്ടേൺ ഗിഫ്റ്റ് അവരെ അതേപോലെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തെടുത്ത് ആ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സാധ്യതയുണ്ട്. ആ ഇനി എന്താ അറിയേണ്ടത്? ഇനി പറഞ്ഞു. ഇപ്പൊ അറിയേണ്ടതെന്ന് വെച്ചെങ്കില് ഇപ്പൊ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഒരു ഉം. 13-14 വർഷത്തോളമായി. എവിടെ? എനിക്കൊരു നാട്ടിലോ? വീടിന്റെ കാര്യം നാട്ടിലോ വീ- ഗൾഫിലോ? ആ നാട്ടില് നാട്ടില് നാട്ടില്. എനിക്കൊരു വീടുണ്ടാവാനായിട്ടൊരു സാധ്യത ഉണ്ടാ? അതാണ് അറിയേണ്ടത്. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള പൈസ സൂക്ഷിച്ചു വെക്കുക. നിങ്ങളുടെ ഇത് വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്. അപ്പൊ അത് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരു മിനിറ്റ്, നിങ്ങൾക്ക് എന്താ അതിനകത്ത് പൈസ നിങ്ങൾ അധ്വാനിച്ച് വീട് വെക്കാൻ പറ്റത്തുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ. പിന്നെ ഞാൻ അതെ. പറഞ്ഞു, ബാങ്കുമായിട്ടും ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക്. കാരണം ഇപ്പോഴും ഞാൻ പറയാ, ബാങ്ക് ലോണ്, കടങ്ങള്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് ആൻസർ തന്നാലല്ല, ഉം. ഞാനല്ലല്ലോ നിങ്ങളുടെ തലയിൽ എഴുതിയത്. അതെ അതെ. കടങ്ങളോ കാര്യങ്ങളോ ബാങ്ക് ലോണ്, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി റിലേറ്റഡ്, അത് തന്നെയല്ല ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതോ ഇങ്ങനെയുള്ള ഡോക്യുമെന്റുമായിട്ടുള്ള ഇതും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. നിങ്ങൾ പിന്നെ ഞാൻ പറയുവാണ്, നിങ്ങൾ ലോൺ എടുത്ത് വീട് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ ആ നിങ്ങൾ കർമ്മത്തിൽ അത് കൂടെ ശരി. നിങ്ങൾ ഇതിൽ നിന്നെല്ലാം ഊരി വരണമെന്നൊരു പൈസ സമ്പാദിച്ച് എല്ലാം നിങ്ങൾ ഇപ്പൊ തന്നെ വീട്ടിൽ അയച്ചു കൊടുക്കുന്നല്ലോ. കുറച്ച് പൈസ ഉവ്വ. കുറച്ചിട്ട് ആ അയച്ചു കൊടുത്തിട്ട് കുറച്ച് സേവിങ്സ് വെച്ചിട്ട് നിങ്ങൾ പ്രോപ്പർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദശ മാറുന്നത് 51 വയസ്സ് 8 മാസം 6 മതി. ഇപ്പൊ 51 കഴിഞ്ഞ് ഇനി ബുധദശ 68 വയസ്സ് ആകുമ്പോൾ, അതപ്പോൾ 68 വയസ്സെന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴേ പ്ലാൻ ചെയ്യും. ഇപ്പം 57 വയസ്സ് സംതിങ് ആയല്ലോ. ഉവ്വ. അപ്പം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കും, എല്ലാം നടക്കും. പിന്നെ ഇതൊക്കെ കർമ്മത്തിന്റെ ആ അവിടെ നിൽക്കും. അതൊക്കെ അല്ല, കർമ്മത്തിന്റെ എന്നല്ല ഈ സ്റ്റാറുകൾ. നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്. നമ്മൾ എഫോർട്ട് ഇടുക, നമ്മൾ ആ പ്രോപ്പർ പ്ലാനിങ് അതെ. പ്രാക്ടീസ് ഇംപ്ലിമെന്റേഷൻ എന്നാണ് പറയുന്നത്. നല്ല ആ പ്ലാനിങ് ആ പ്രാക്ടീസും ഇംപ്ലിമെന്റേഷൻ ഉണ്ടെന്ന് വരി എല്ലാം നടക്കും. നടക്കും. ആ നടക്കും, മനസ്സിലായോ? അത് പിന്നെ അറിയേണ്ടത് എന്താ വെച്ചിട്ട് അത് ഞാൻ ഒന്നുകൂടെ അത് നമുക്കൊരു ഇത് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം. എടുപിടി എന്നുള്ള സംഭവം ആയതുകൊണ്ട്. ഇനി എന്താ അറിയേണ്ടത്? അറിയേണ്ടത് മോളെ വിവാഹ കാര്യമാണ്. അതായത് മോളുടെ കല്യാണം. 1, 4, ആ 5. മൂന്നാമത്തെ കുട്ടി അല്ലേ? 1, 2, 3, ആ 4. അല്ല രണ്ടാമത്തെ കുട്ടി. രണ്ടാമത്തെ. രണ്ടാമത്തെ കുട്ടി, രണ്ടാമത്തെ. അത് തന്നെ. 1, 2, 3, 4, ആ 2, 4, 5, 6, 7. അതും അത്യാവശ്യം ഒരു പൈസയും കാര്യമൊക്കെ ഉള്ളൊരു കുടുംബത്തിൽ നിന്ന് വരാനാണ് സാധ്യത. പക്ഷേല് ആ ഉം, ആ ഇവിടെ ഈ കുട്ടിയെ എന്തോ ഇവരെല്ലാവരും, കാരണം അവിടെ ഒരു സർപ്പം നിൽക്കുന്നത് മായിക ലോകത്തിലായിട്ടുള്ള ഒരു ചെറിയ ചെറിയ കുട്ടിക്ക് ഒരു ദേഷ്യവും പിടിവാശിയും കാര്യങ്ങളും മാറ്റി വെക്കാൻ പറയാ. ആ പിന്നെ അത് പറയാം. ഒരു ഇച്ചിരി ദേഷ്യവും ഇച്ചിരി പിടിവാശിയും ഉള്ള, ആ എന്നാ നല്ല ഒരു ഇച്ചിരി അവനും ചെറിയ ചെറിയ എന്തോ ഒരു ഞരമ്പ് വാട്ടോ, മീൻസ് സ്കിൻ അലർജിയോ ഒക്കെ കാണാൻ സാധ്യത ഉണ്ട്. പക്ഷെ ദേഷ്യക്കാരനായിരിക്കും. അങ്ങനെ ഒരു പയ്യനെയാണ് ഇവിടെ ഇവന് വരാൻ സാധ്യത. പിന്നെ അത്യാവശ്യം പൈസ ആ ഉള്ള, ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി എന്നാ പറയുന്നത്. അത്യാവശ്യം വീടോ കുടുംബമോ അത് ഒക്കെ ഉള്ള ശരി. ഒരു കുട്ടീനെ കല്യാണം കഴിക്കാൻ സാധ്യത. അത് എത്ര വയസ്സിലാണ് നടക്കുക എന്നുള്ളത് അങ്ങനെയൊന്നും അല്ല, പറയാൻ അത് പറ്റുമോ? അത് അത് ഗ്രഹനില കാരണം അങ്ങനെ പറയാൻ പറ്റത്തില്ല. ആ കുട്ടിയുടെ പറ്റില്ല നാളെന്താണ്? അല്ലേ? ആ നാളെന്താ? ഉം, മകേര്യം. മകയിരം. അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റാ. മകയിരം എന്നാ ആ രോഹിണി മകയിരം. മൃഗങ്ങളോട്ട് മൃഗ അപ്പൊ എന്ന് പറഞ്ഞാ ഒരു മൃഗങ്ങളോട്ട് കടിച്ചു തിന്നാൻ പോകുന്ന ഒരു സ്വഭാവം ആയിരിക്കും.
പിന്നെ അത് പാദം നോക്കണം ആ 1, 2, 3, 4. അത് ഇടവത്തിലും ആ ഇടവത്തിലും ഇല്ല ഉം, ഇത് കന്നിയിലും വരും. പറഞ്ഞ മനസ്സിലായോ? ആ 2 പാദം വരുന്നത് ഇടവത്തിലാ. ആ 2 പാദം ആ മറ്റേതിലാ വരുന്നത്. മൃഗശീർഷ ആ എന്ന് പറയും. അപ്പം ആ കടിക്ക് തിന്നാൻ പോകുന്ന ഒരു സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അത് ഞാൻ ആദ്യം പറഞ്ഞ ദേഷ്യം ആ കാര്യങ്ങളും പിടിവാശിയും ദേഷ്യം കാര്യം കാര്യങ്ങളും കടിച്ച് തിന്നാൻ പോകുന്ന ആ ഒരു ആ ആ കണ്ണ് കാണത്തില്ല. എന്ന് പറഞ്ഞാൽ ആ മൃഗങ്ങളെങ്ങനെ ഇടിച്ച് കൊമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ച് കീറാൻ വരുന്ന ഒരു സ്വഭാവമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ആ ശരിയാവും. അത് അത് ശരിയാ. അത് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് സ്റ്റാർ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ആ നോക്കണം എല്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞത് അവരുടെ നാള് തീരുമോ നമുക്ക് പറ്റിയ ആണോ എടുക്കുന്നോ എല്ലാം ചെയ്യണം. എന്നാലും അത്യാവശ്യം ഈ പൈസ ഉള്ള ഒരു വീട്ടിൽ നിന്നും അത്യാവശ്യം സൗന്ദര്യവും കാര്യവും ഒക്കെ ഉള്ളതും ആഡംബരമുള്ള ഒരു പയ്യനായിരിക്കും വരുന്നത്. ആ ആ ആ പിന്നെ അത് ശരി ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷന് അവന് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോ അതായത് മോൾക്ക് ആ ആ അമ്പലത്തിലൊക്കെ പോട്ട് വെച്ചിട്ടായിരിക്കും പരിചയപ്പെട്ടെടുത്തിട്ടൊക്കെ ആയിരിക്കും ഈ പയ്യനെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാധ്യത. സാധ്യത ആ ഉം. അത് ശരി അത് ചോദിച്ചു നോക്ക്. ആ ആ ആ ഈ ഞാനീ പറയുന്ന നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നോ അതോ ഇല്ലയോ? ഇല്ല 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 വീഡിയോ റെക്കോർഡൊന്നും ചെയ്യുന്നില്ല വീഡിയോ അല്ല ഓഡിയോ. ആ പിന്നെന്താ ഒരു അറിയണ്ടേ? റെക്കോർഡിംഗ് ഒന്നുമില്ല ചെയ്യേണ്ടതായിരുന്നു അത്. ഞാൻ വിട്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ പിന്നെ ആ വേറെന്താ? പിന്നെ അറിയേണ്ടത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇനി അറിയേണ്ടതായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഉം. എന്തായാലും നിങ്ങളുടെ സ്ഥലം എവിടെയാണ് അതെനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല എന്റെ സ്ഥലോ? ശരിക്ക് ആ എന്റെ സ്ഥലം നിങ്ങൾ എന്തായാലും എനിക്ക് പലയിടത്തായിട്ടൊക്കെ ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഒത്തിരി നാള് ഗൾഫിലൊക്കെ ആയിരുന്നു. ആ ആ 10-26 അത് വർഷം ശരി ദുബൈയിലുണ്ടായിരുന്നു. പിന്നെ ആ ഖത്തർ രാജ്യങ്ങൾ ഒരുപാട് പ്രാവശ്യം കറങ്ങിയിട്ട് ഒരുപാട് ഇന്റർനാഷണൽ ട്രാവൽ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അത് ശരി ആ ഒത്തിരി രാജ്യം യൂറോപ്പില്, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, അല്ല മലേഷ്യ, ആ സിംഗപ്പൂർ, തായ്ലൻഡ്, ഒത്തിരി രാജ്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ആ കറങ്ങി. അത് ശരി പിന്നെ മിഡിൽ ഈസ്റ്റില് എല്ലാം ഒത്തിരി പ്രാവശ്യം ആ എല്ലാം. അല്ല കുഴപ്പമില്ല നമുക്ക് നാട്ടിൽ വരുമ്പോ ഏഹ് നാട്ടിൽ വരുമ്പോ ഒന്ന് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണേ കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ എന്തായാലും അതിന്റെ സമാനമായിട്ട് നിങ്ങൾ പ്രശ്നങ്ങള് പിന്നെ ഒരു കാര്യം ചെയ്യേ. വേറൊരു കാര്യം ആ നിങ്ങൾ ഈ ഫാമിലിയില് ഈ ഇത് ഉണ്ടല്ലോ നിങ്ങൾ ആ ഒരു ഞാൻ അയച്ച നോക്കട്ടെ എൻ്റെ ഒരു റെക്കോർഡ് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഉണ്ടെന്ന് വലിയ ഓഡിയോ ഉണ്ടല്ലോ. നിങ്ങൾ നമ്പർ ആ എനിക്ക് ആ ഞാനായിട്ട് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒത്തൊരുമിക്കാനുള്ള കാരണം ആ ഇത് ജീവിതത്തിന്റെ കർമ്മഫലമാണ്. കാരണം എന്നാണെന്നറിയാം ഇതിൽ നിന്ന് നമ്മൾ ആ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം തന്നെ നിങ്ങളുടെ പഴയ ജന്മത്തിൽ നിന്ന് കിട്ടിയ കർമ്മമാണ്. കാരണം എന്നാണെന്നറിയാമോ? നിങ്ങൾ ആ കർമ്മ കുലദൈവ ആ ക്ഷേത്രങ്ങളാണ് അവിടെ പ്രശ്നങ്ങൾ വരാൻ, ഈ ക്യാൻസർ വരാനും ഈ ഫാമിലി. അതുകൊണ്ട് അവിടെ വിളക്ക് വെക്കുക, വെച്ചാരാധന നടത്തുക. ഏഹ് ആ ഈ ഞാൻ പറഞ്ഞില്ലേ അത് കുറച്ച് ശരി പ്രോപ്പർട്ടിയുമായിട്ടും സ്കിന്നുമായിട്ടും അവരെല്ലാം നിങ്ങളിട്ട് അലട്ടുന്നുണ്ട്. ആ ആ നമ്മളറിയാത്ത ആ എന്തൊക്കെയോ ഒരു എനർജി ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഒന്നും മനസ്സിലാക്കുക. അത് എ ശരി എനിക്കിതിലൊന്നും വലിയ വിശ്വാസം ഇല്ല. എന്നാലും പറയുമായിരുന്നു. ഒത്തിരി എനർജി ഉള്ള ഒരു ആ വേൾഡാണിത്. അപ്പൊ അവിടെ എന്തൊക്കെയോ അത് ശരി അലട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ ഇപ്പൊ തന്നെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഒരു കാര്യം ഈ പയ്യൻ പോലും ഉണ്ടല്ലോ. ഈ പയ്യൻ പോലും വാ ഈ ഒരു നക്ഷത്രത്തിൽ ആ അവന് ഞാൻ പറഞ്ഞ മൂത്ത പയ്യന് ഗുരുവും ശുക്രനും. ആ കഴിഞ്ഞ ജന്മത്തിൽ ഇവൻ ഉറപ്പായിട്ടും ഒരു കുട്ടിയെ 12 വയസ്സ് 24 വയസ്സിനകത്ത് ഉള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചിരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റാറിലായിരിക്കും ഇവൻ ജനിച്ചത്. ഇവന്റെ നക്ഷത്രം ഏതാ? അത് ശരി കാർത്തിക ഞാൻ പറഞ്ഞ കറക്റ്റാ. കാർത്തിക നക്ഷത്രം അപ്പൊ ആ അതിന്റെ കർമ്മഫലം അതും അതും ഈ ജന്മത്തിൽ നിന്ന് ഇങ്ങനെ ആയത്. ഇത് കാലചക്രമാണ്. ഞാൻ പറഞ്ഞ കാലചക്രമാ. കാലചക്രം എന്നാണ് ഞാൻ ഇന്ന് പറയാം. ഇപ്പൊ ഇവിടെ സൂര്യൻ നിൽക്കുന്ന കഴിഞ്ഞാൽ നാളെ ഒരു മാസം കഴിയുമ്പോൾ സൂര്യൻ വേറെ സ്ഥലത്താ. അത് കഴിഞ്ഞ് ചന്ദ്രൻ ഇവിടെ വന്ന് ചന്ദ്രൻ അതെ വേറെ ഒരു 2.5 മണിക്കൂറായി ഇങ്ങനെ ഓരോ രാശിയിലും ചന്ദ്രൻ ഭയങ്കര സ്പീഡാ. അങ്ങനെ
ആ ഇപ്പൊ ബുധനാണെന്ന് വരിയിൽ 361 ദിവസി. അപ്പം അതേമാതിരി ശനിയാണ് 2.5 വർഷം. പിന്നെ രാഹു കേതുക്കള് ഏഹ് ആ 1.5 വർഷം. പിന്നെ മാന്തി എന്ന് പറഞ്ഞാൽ അത് ചാടി ശരി. പറഞ്ഞു മനസ്സിലായോ? ചാടി ആവശ്യമില്ലാത്തടത്ത് ആ കയറി ആ ഗുളികനെന്നാ അതിന് പറയുന്നത്. ഇങ്ങനൊക്കെ പ്രശ്നങ്ങൾ, ആക്സിഡന്റ്, ഉം. മറ്റേത് കുറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അത് ശരി. ആ ആ ഞാൻ അഥവാ ഇല്ലെന്ന് ഒരു പ്രാവശ്യം കൂടെ വിളിക്കാം. ഈ ഈ ഇതുണ്ടല്ലോ, ഈ ഓഡിയോ റെക്കോർഡ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഫാമിലി അയച്ചു കൊടുക്കാം. നിങ്ങൾ നമ്പർ പറഞ്ഞു ആ ആ ആ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വേറെ നമ്പറിൽ നിന്ന് ഇത് കിട്ടും. അപ്പൊ അത് കിട്ടി. ഇത് പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാനായിട്ട് കോംപ്രമൈസ് ചെയ്ത് തരാം. പിന്നെ ആ ആ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുണ്ട്. ആ എന്താ? ദേഷ്യം പിടിവാശി. നിങ്ങളുടെ വാക്കാണ് നിങ്ങളുടെ ശത്രു. കാരണം അത് നിങ്ങളുടെ ശരി. ആ 8ാം ഭാവം നിൽക്കുന്ന തിയറി പ്രകാരം 8ാം കള്ളിയില, കാലചക്രത്തിൽ 8ാം കള്ളിയാണ്. 8ാം കള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര രോഗം. ഒത്തിരി ലോട്ടറി അടിക്കും. നഷ്ടപ്പെട്ട അതേമാതിരി നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു പറഞ്ഞു മനസ്സിലായി. അങ്ങനത്തെ ഒരു നിങ്ങളുടെ ആ വാക്കുകൊണ്ട് നിങ്ങളെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അവര് ഇവര് എല്ലാം നിങ്ങളുടെ ഇതുകൊണ്ട് പോയി. അതാണ് സത്യം നിങ്ങളുടെ ജീവിതത്തിൽ. ആ ആണോ അല്ലയോ? ആ അതെ അതെ ആണല്ലോ. അതെ ആ അത് അതെ അങ്ങനെയാണ്. ഇത് നമ്മുടെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ പരിഹാരം അല്ല പ്രായച്ചിത്തം എന്ന് പറഞ്ഞ മാതിരി നമ്മളത് മനസ്സിലാക്കുക നമ്മുടെ പ്രശ്നങ്ങൾ. അത് ശരി. ആ അപ്പൊ ഇതിൽ നിന്ന് നമ്മളെല്ലാം ഊരി വരണം. മരിക്കുന്നതിന് ആ മുമ്പ് നല്ല സന്തോഷമായിട്ട് മരിക്കണം. എല്ലാവരുമായിട്ട് കണ്ട് എന്നെ അല്ലെന്നൊരു നിങ്ങൾ അതെ. പറഞ്ഞു. നിങ്ങളുടെ അതിന്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞു. അത് കാരണം പറഞ്ഞ ഞാൻ പറഞ്ഞ പൂർവജന്മ കർമ്മമുണ്ട്. കർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രാഹു നിൽക്കുന്നു. നിങ്ങളുടെ ലഗ്നം 1 നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തുലാമാസത്തിലാ. അതെ. ആ തുലാമല്ലേ? ആ തുലാം അവിടെ തുലാമാസം. അവിടെ ശിഹിയുണ്ട്. അപ്പുറത്ത് ആ സർപ്പമുണ്ട്. സർപ്പം എന്നാൽ രാഹുവും കേതുവും എന്നാണ് അവിടെ. ഈ ഒരു കാളസർപ്പ യോഗം എന്നൊക്കെ പറയും ഇവരെ. എന്തും അതും ആയിക്കോട്ടെ, അതെനിക്ക് ഐ ആം നോട്ട് ബോതേഡ്. പക്ഷെ ആ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ആ ചെയ്തു തീർക്കാൻ പറ്റാത്ത എന്തോ ഒരു കർമ്മമായിട്ടാണ് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഇവിടെ ജനിച്ചത്. അതുകൊണ്ടാണ് കെമിസ്ട്രിയിൽ അഷ്ടകങ്ങൾ പൂർത്തിയാകുന്നത് മാതിരി ഈ കാര്യങ്ങൾ ആ ഇവിടെ നടന്നത് എന്ന് നമ്മൾ പറയാനും നിങ്ങൾ എന്നെ വിളിക്കാനുള്ള എല്ലാത്തിൻ്റെയും കാര്യം ഇതാണ്. ഞാൻ പറയാൻ മനസ്സിലായോ? അത് ശരി. ആ അപ്പൊ അതിന് നിങ്ങളുടെ ജന്മത്തിലെ കർമ്മങ്ങളെ നിങ്ങൾ ഇപ്പൊ എന്ന് പറഞ്ഞാൽ മാന്ദ്യദോഷം മാറ്റണം. മാന്ദ്യദോഷം ഈ പറഞ്ഞ ആ മാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മാറും. ഈ ഫാമിലിയിലെ പ്രശ്നങ്ങളെല്ലാം മാറും. അവിടെ വെച്ചാരാധന ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിങ്ങളുടെ ഇത് മറ്റേ പൂർവജന്മവുമായിട്ടും നിങ്ങളുടെ ആ പിതൃക്കളെ അല്ല കുലദൈവങ്ങളുമായിട്ട് പറ്റിയ പ്രശ്നങ്ങളാണ്. വീട്ടിൽ നിന്നെല്ലാം ഇതിപ്പോ നിങ്ങളത് മാറ്റണം. ഭാര്യയുടെ ഭാര്യയുടെ കുടുംബത്തിലാണ് ഇപ്പൊ ക്ഷേത്രവും കാര്യങ്ങളും നോക്കാതെ. ഇപ്പൊ എന്റെ ഞാൻ പറഞ്ഞല്ലോ, കുടുംബക്ഷേത്രം ഉണ്ട്. ഞാൻ ആ പറഞ്ഞല്ലോ, നിങ്ങളോടും ചോദിച്ചു, നിങ്ങളോടും ചോദിച്ചു, പുള്ളിയോടും ചോദിച്ചു. കാരണം നിങ്ങളെ ആ ശിഖി നിൽക്കുന്നുണ്ട്, പുള്ളിക്കാരിയുടെ ഇതിനകത്ത് രാഹു നിൽക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? രണ്ടിടത്തും ഉവ്വ് പ്രശ്നമുണ്ടെന്ന് ഞാൻ ഉവ്വ്. പറഞ്ഞു. അപ്പൊ രണ്ടിടത്തും അത് ആ ചെയ്ത് മാറ്റുക. അവിടെ കൊണ്ടാണ് ഈ ഇപ്പൊ ഞാൻ അത് ചോദിച്ചു, ശരി. ഇവര് നിങ്ങളുടെ വീട്ടിൽ എല്ലായിടത്തും ക്യാൻസർ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലയോ? ഇത് ഉവ്വ് ഉവ്വ്. ഇത് കുലദൈവം അല്ല, പിതൃദോഷമാ. ഇത് മാറ്റുക കേട്ടോ. ആ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മങ്ങൾ ഒരു ജ്യോതിഷനും 1 രൂപ പോലും കൊടുക്കല്ലേ. ആ നിങ്ങൾ തന്നെ പൂജ ചെയ്യുക. അവർക്ക് ഇതാണ് അവർക്ക് വേണ്ടുന്ന ബലിയിടുക കേട്ടോ. അത് ശരി. ആ ആ അവർക്ക് ബലിയിട്ടിട്ട് അവർക്ക് ചെയ്തിട്ട് അവരുടെ കർമ്മം അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അതിനെ അത് ഇരുത്തേണ്ട ശരി. സ്ഥലത്ത് കൊണ്ടിരുത്തുക. അതൊരു പൂജ ചെയ്ത് നല്ല അറിയുന്ന ഒരു കർമ്മിയെ വിളിച്ചിട്ട് അത് ചെയ്യുക. ആ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരമായി. അത് നിങ്ങളുടെ ഈ ശരി. ഫാമിലിയിലെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളായിട്ട് തീർക്കണമെങ്കിൽ ഞാനൊരു മീഡിയേറ്ററായിട്ട് വേണമെന്ന് എഴുതിക്കാം. ഇത് ഞാൻ നിങ്ങളെ ഇത് ഇപ്പോൾ ഇല്ലെന്നൊരു വേറൊരു പ്രാവശ്യമായിട്ട് ഇത് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ കൊടുക്കാം. എന്നിട്ട് ഈ ആ പ്രശ്നങ്ങളൊന്നും ഉം. അല്ലെ തീരത്തില്ല. ഞാൻ പറഞ്ഞത് ക്യാൻസർ വൈഫിനും വരാനുള്ള സാധ്യതയാണ് ഞാനിവിടെ പറയുന്നത് ഉവ്വ് ഉവ്വ്. ആ കേട്ടോ. ആ കേട്ട്. അത് 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 ഒഴിവാക്കാനുള്ള മാർഗമാണ് ഞാൻ പറയാം. നേരത്തെ ചെയ്യുക ആ കേട്ടോ.
ആ എല്ലാം നല്ലതായിട്ട് വരാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പിന്നെ അതെ അതെ ഞാന് ആ നിങ്ങളെക്കാട്ടിലും ഒരു പടി കൂടുതൽ വെട്ടി തുറന്ന് പറയുന്ന ആളാ. ആ പറഞ്ഞ അത് മനസ്സിലായോ? ശരി ആ ഓ അതുകൊണ്ടാണ് ഇനി ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞത് കേട്ടോ. ആ ആ ആ അപ്പൊ എല്ലാം നല്ലത് വരട്ടെ. ആ ആയിക്കോട്ടെ. ആയിക്കോട്ടെ ശരി ആ ആ ലേറ്റർ. ഓക്കെ. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കട്ടാ വിളിക്കട്ടാ മെസ്സേജ് ഇട്ടാ മതി. ഞാൻ റിപ്ലൈ തന്നാ. ഞാൻ തിരക്കായിരിക്കും. വിളിക്കൂ. ആ അല്ല, ആ മെസ്സേജ് ആ ഇട്ടോ. മെസ്സേജ് ഞാൻ എമർജൻസി ഉണ്ട്, ഞാൻ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അനുസരിച്ച് കിട്ടത്തുള്ളൂ കേട്ടോ. ഇച്ചിരി ആ ആ അത്യാവശ്യം ആ ആ ഞാൻ ഫ്രീ ആകുന്നതെന്ന് വെച്ചാൽ വൈകിട്ടായിരിക്കും ഫ്രീ ആകുന്നത് കേട്ടോ. അത് ശരി ആ കുഴപ്പമില്ല. നോക്കാം. മെസ്സേജ് കുഴപ്പമില്ല ഇട്ടാ ആ മതി കേട്ടോ. വാട്സപ്പ് മെസ്സേജ് ഇട്ടാ മതി. എന്നെ മെസ്സേജ് ഇട്ടാ കിട്ടാൻ ബുദ്ധിമുട്ടാ. ആ ആ ഫോണൊക്കെ ഞാൻ എവിടെയെങ്കിലും വെച്ചിട്ട് അങ്ങ് പോകും. കാരണം പോവാ ആ ഓക്കെ നോക്കാം. ശരി മെസ്സേജ് ഇട്ടാ മതി. ഞാൻ 24 hours റിപ്ലൈ തന്നിരിക്കും. ആ ആ ആ ആ ഓക്കെ. ബൈ. ഓക്കെ